എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മള് ഒരു എന്താ പറയാ ഒരു ചിറ്റാറ്റാണ്. ചിറ്റാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബില് ഞാനൊരു ഇതിട്ടുണ്ടായിരുന്നു, ഒരു മാരേജ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളിപ്പോ ഓരോ ടോപ്പിക് ആണല്ലോ നമ്മൾ ചെയ്യാറ്. കൂടുതൽ ഇപ്പൊ നമ്മുടെ ചാനലില് ഞാൻ ഒരു വിഷയം ഇടും, അതിനെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കും. ഇതാണോ അപ്പൊ പബ്ലിക് ഒപ്പീനിയൻസ് എന്റെ ഒപ്പീനിയൻ ആയിരിക്കും, അംജുക്കാട് ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്യും. ഇൻസെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളായിക്കോട്ടെ, അപ്പൊ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ കമ്മ്യൂണിറ്റി ഇത്രയും 939 ക്വസ്റ്റ്യൻസ് ആണ് ഈ ദിവസം വരെ വന്നേക്കുന്നത്. 939 ക്വസ്റ്റ്യൻസ് അത്രയും വായിക്കാൻ പറ്റൂല. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത് ഇങ്ങനെ വായിച്ചു പോവാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് 6 മാസമായി. ഞാനും ഹസ്ബൻഡും തമ്മിൽ നല്ല സ്നേഹവുമാണ്. ബട്ട് ആൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടത്തി എന്ന് വിളിക്കും. എനിക്ക് 24 വയസ്സാണ്. PG ആണ് എന്റെ എഡ്യൂക്കേഷൻ. എനിക്ക് പ്രായത്തിൻ്റെതായ എഡ്യൂക്കേഷൻ്റെയോ മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഇത് എനിക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു. ഐ നോ, എനിക്ക് ചൈൽഡിഷ് ക്യാരക്ടർ ഉണ്ട്. നമ്മളെല്ലാവരും എത്ര വളർന്നാലും നമ്മുടെ ഉള്ളിലൊരു കുട്ടിത്തമില്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയല്ല. ബട്ട് അസ്വ എപ്പോഴും നീ ഒരു പൊട്ടത്തി എന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ഹസിന്റെ എക്സിനെ വെച്ച് ഷീസ് ഓൾസോ PG എഡ്യൂക്കേറ്റഡ് ഇന്ന് ഇടയ്ക്ക് കമ്പയർ ചെയ്യുന്നു. അവള് നല്ല മെച്യൂരിറ്റി ഉള്ള ആളാണ്. എനിക്ക് അതുപോലെ PG എഡ്യൂക്കേഷൻ പോയിട്ട് ഡിഗ്രി എഡ്യൂക്കേഷൻ മെച്യൂരിറ്റി ഇല്ല എന്ന് പറയും. ഈ കളിയാക്കൽ സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അത് ഒരു വിഷമം വരുന്ന കാര്യമാണ്. അതില് പൊട്ടത്തി എന്ന് വിളിക്കുന്നത് എനിക്ക് അത് ലാസ്റ്റ്, പക്ഷെ ആ കമ്പാരിസൺ അത് ഭയങ്കര മോശം അല്ലേ? എനിക്കിത് വായിച്ചാല് ആ ലാസ്റ്റത്തെ ലൈനാണ് എനിക്ക് ആക്ച്വലി സ്ട്രൈക്ക് ചെയ്തത്. ബാക്കി അതുവരെ ഞാനും ഒരു തമാശയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അംജുക്ക മണ്ടത്തി പൊട്ടത്തി കുട്ടി ഈ പറയുന്ന മനുഷ്യൻ പറയാറില്ലേ? എന്നെ പറയാറില്ല അംജുക്ക, എന്നെ പറയും മോളുടെ പ്രായത്തിനുള്ള മറ്റേ പൊട്ടത്തി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മൾ അത് പറയുന്നത് എന്തിനാന്ന് നമുക്ക് ഉൾക്കൊള്ളണം കേട്ടോ. എന്നോട് അംജുക്ക പറയാറുണ്ട്, മോളുടെ ഏജിനുള്ള ആ ഒരു ചില സമയത്ത് പക്വത കാണിക്കുന്നില്ല, ചെറിയ കുട്ടികളെ പോലെയാണ് ചില സമയത്ത് ആക്കുന്നത്, ചില വിഷമങ്ങൾ വരുമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ അംജുക്ക എനിക്ക് പറഞ്ഞുതരും. എന്നെ ഇടയ്ക്ക് പൊട്ടത്തിന്ന് വിളിക്കാറുണ്ട്, മണ്ടത്തിന്ന് വിളിക്കാറുണ്ട്. എപ്പോഴും ആയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ തലക്കടി കിട്ടും. അപ്പൊ എനിക്ക് ഞാനിത് സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഇപ്പൊ തന്നെ ഹസ്ബൻഡിനോട് പറയണം, വിഷമാവുന്നത് ഓപ്പൺ ആയിട്ട് പറയണം. പൊട്ടത്തി എന്നൊരു ലേബിൾ ഇട്ടിട്ടല്ല ആളുടെ ഒരു ക്യാരക്ടർ നമ്മൾ അളയേണ്ട കാര്യം. അതെ, അത് ആർക്കും ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് എക്സിനായിട്ട് കമ്പയർ ചെയ്യണത് ഒരു തരത്തില്. അത് ആർക്കാണെങ്കിലും വിഷമാവും. ഏത് മനുഷ്യനിക്കും എക്സിനെ വെച്ച് കമ്പയർ, എക്സിനെ വെച്ചിട്ടല്ല ഏതൊരു വ്യക്തിനെയും നമ്മളെ വെച്ചിട്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ. പാസ്റ്റിലുള്ള സ്റ്റോറിയിലല്ല, അതായത് പ്രസന്റിലാണ്. ദ പേഴ്സൺ ഹൂം യു ആർ വിത്ത്. ഈ ആളെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചേക്ക് നിക്കാഹ് ചെയ്തേക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പാർട്ട്ണർ. അപ്പൊ ഇനി വേറെ ഓപ്ഷനോ വേറെ ഇതൊന്നും ഇല്ല. ഇതാണ് ആളെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് ആളുടെ ക്യാരക്ടർ എന്നുള്ളത്. തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൾ കണ്ട പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പറയേണ്ട രീതിക്ക് പറഞ്ഞു കൊടുക്കുക. ഒരാളെ ഇൻസൾട്ട് ചെയ്തിട്ടോ തമാശ. സോ ഹസ്ബൻഡിനെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ടോ ഓവർ ഇമോഷൻ കാണിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എന്നൊക്കെ ദേഷ്യം പിടിച്ചിട്ട് അംജുക്കാണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ ഫ്ലോപ്പേ ആയിട്ടുള്ളൂ. എനിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് പകരം സ്നേഹത്തിൽ വിളിച്ചിരുത്തി അംജുക്ക ഇങ്ങനെയല്ല ഒക്കെ പറയുമ്പോൾ കേട്ടിരിക്കും, അല്ലാതെ കാര്യമില്ല. അപ്പൊ ഓരോരുത്തരും ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. സോ നമുക്ക് പറയാനുള്ളത്, ഒരാളെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യണം ഇഷ്ടമല്ല. പ്രൈവറ്റ് സ്പേസ് എല്ലാരും മുന്നിൽ വെച്ചിട്ടോ നല്ലൊരു ഇതിലൊക്കെ വിളിച്ചിരുത്തിട്ട് എനിക്കിത് ഇഷ്ടമല്ല. എന്നെ കമ്പാരിസൺ നടത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതാണ് ഞാൻ പറയുന്നത്. എന്താണ്, ചിലപ്പോ പുള്ളിക്കാരൻ അങ്ങനെ ഉദ്ദേശമല്ലോ. ചിലവർക്കുണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കില്ല. അങ്ങോട്ടൊന്നും ഇല്ല, ഇതാണ് ആള് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. They should explore more about their partners. അതെ, അപ്പോ ഇപ്പൊ ചിലവരുള്ള ഒരു ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവരെ മുന്നിൽ ചില ഭാര്യമാരിങ്ങനെ കളിയാക്കാം. അത് അവർക്കൊരു സന്തോഷമാണ്, ആ ഒരു സന്തോഷമാണ്. അവര് വേറെ മനസ്സിൽ വിചാരിച്ചല്ലോ, പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് എത്ര ഹേർട്ട് ചെയ്യണമെന്ന് അവര് ആലോചിക്കുന്നില്ല ചില വാക്കുകൾ. അപ്പൊ നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. ഇത് ഇനി വേറെ ആരോടും പറഞ്ഞ് വേറെ ആരെ കൊണ്ടും പറയിപ്പിക്കുക അങ്ങനൊന്നും ചെയ്യരുത്. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, താനും തന്റെ ഭർത്താവും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും കുറ്റങ്ങളും കുറവൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കുക.
കാര്യങ്ങളൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ള തമാശയിൽ മണ്ടത്തി പൊട്ടത്തി അതൊക്കെ തള്ളി കളയാട്ടോ. അതൊക്കെ നമ്മളെ ഹസ്ബൻഡ് വൈഫ് ഒരു തമാശ ആയിട്ട് എടുക്കുക. എപ്പോഴുള്ളതും ഈ കമ്പാരിസണും മാറ്റി കൊടുക്കാം. ആലോചിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ മാറ്റാൻ പറ്റത്തില്ല. പാരൻസിന്റെ ലൈഫ് കണ്ടിട്ട് മാരേജിനോട് തന്നെ ഇഷ്ടമില്ലാതെയായി. കല്യാണം കഴിക്കാതെ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്നത് നല്ലത് എന്ന് തോന്നുന്നു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എന്റെ ഒപ്പീനിയൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണോ കഴിക്കണ്ടയോ എന്നൊക്കെ ഉള്ളത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇതിലെനിക്ക് മനസ്സിലാവുന്നുണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പാരന്റ്സിന്റെ ലൈഫ് കണ്ടിട്ടുള്ള ഒരു ട്രോമയാണ് അല്ലെ. അതാണ് മെയിൻ ആയിട്ട് അവരുടെ മൈൻഡിൽ ഇരിക്കുന്നത്. അവരുടെ ലൈഫ് ഇതുപോലെ ആവുമോ? എനിക്കും ഉണ്ടായിട്ടുണ്ട്. സത്യമായിട്ടും പറഞ്ഞ, എനിക്ക് കേൾക്കുന്നവർക്ക് അതൊരു തമാശയായിരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊരു ഡ്രാമാറ്റിക് ആയിരിക്കും. പക്ഷെ കടന്നുപോയ എനിക്കേ അറിയുള്ളൂ അത് ഓരോന്നും. അപ്പോ എനിക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് കല്യാണം വേണ്ട, പേടിയായിരുന്നു. കല്യാണം വേണ്ട എന്നല്ല, കല്യാണം കഴിക്കാൻ പേടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്റെ ഉമ്മയും അംജുക്കാക്ക് അങ്ങനെ തോന്നാൻ കാരണം വെച്ചാൽ തേപ്പ് കിട്ടി, ബ്രേക്കപ്പ് ആയി, റിലേഷൻഷിപ്പ് മൂഞ്ചി പോയി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കതല്ല, എനിക്ക് ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇങ്ങനത്തെ ഒരു ട്രോമ വരാൻ കാരണം എൻ്റെ ഉമ്മ ഡിവോഴ്സ്ഡ് ആണെന്നറിയാലോ. അപ്പോൾ ഡിവോഴ്സ്ഡ് ആയ സമയത്ത് ഓരോന്നും കണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാനും കല്യാണം കഴിഞ്ഞ് എനിക്ക് പേടിയായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഇതുപോലെ ആവോ ലൈഫ് എന്നൊക്കെ ഉള്ളത് എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ ഈ പേടി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഉമ്മ, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് സെക്കൻഡ് മാരേജ് എടുത്തു. അവർ വളരെ ഹാപ്പി ആയിട്ട് ഇണക്കുരുവികളായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല, എനിക്ക് മനസ്സിലായി തുടങ്ങി, ഓരോ ലെവലെത്തിയപ്പോൾ മനസ്സിലായി തുടങ്ങി, ഓരോരുത്തര് പോലെ ഇരിക്കും അവരുടെ ഫാമിലി ലൈഫ്. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫ് അങ്ങനെ ആവണം എന്ന് ഒരു നിർബന്ധമില്ല. അത് കണ്ടിട്ട് ചിലപ്പോ അടി ഉണ്ടാക്കുവല്ല, യു കൻ മേക്ക് ഇറ്റ് ബെറ്റർ. അതെ, നമുക്ക് ബെറ്റർ ആക്കാം. നമുക്ക് ഇതിന് എന്തൊക്കെയാണ് നമുക്കറിയാലോ, എവിടെയാണ് മിസ്സിംഗ് നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ സംഭവിച്ചെന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ആവുന്നല്ല. അങ്ങനെ എനിക്ക് ഒരു നല്ല കൗൺസിലിംഗിന് പോവാ. എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൗൺസിലിംഗ് കാര്യങ്ങൾ. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് കൗൺസിലിംഗ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് പല ഘട്ടത്തിലും ഞാൻ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് അത് നമ്മളെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതെന്ന് പറയുന്നത് ഒരു ട്രോമയാണ്. ആ ട്രോമ നമ്മൾ സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. ഇതൊക്കെ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞ ഇതൊക്കെ ചിലർക്കടുത്ത് പറയുമ്പോ അവർക്കൊരു സ്റ്റോറി ആയിട്ടാണ് ഫീൽ. പക്ഷെ എനിക്ക് പ്രേമിക്കാൻ പേടിയില്ലായിരുന്നു കേട്ടോ. പ്രേമിക്കാൻ എനിക്കൊരു യാതൊരു പേടിയില്ലായിരുന്നു. പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് പേടിയായിരുന്നു. കല്യാണം, ഫാമിലി ലൈഫ്, കുടുംബം, ഇതെനിക്ക് പേടിയായിരുന്നു. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു പുത്തിരി ആയിരുന്നില്ല. സത്യമായിട്ട് പറയാം. ബ്രേക്കപ്പ് ഒക്കെ സ്കൂള് തൊട്ടേ പല ബ്രേക്കപ്പ്, കോളേജ് ബ്രേക്കപ്പ് അല്ലെ, അതൊക്കെ ആയിട്ട് അതും സങ്കടം. ഇപ്പൊ ഞാൻ തമാശ പറയണെങ്കിലും ആ സമയത്ത് അതൊക്കെ നമുക്ക് പറയുന്നത് വലിയ വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ നമുക്കുള്ള സങ്കടങ്ങൾ വിചാരിക്കും. ഇപ്പൊ ഞാൻ ഈ വിഷമങ്ങൾ മാറ്റാം. നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും ഒരു മാരേജിന് ശേഷം. എപ്പോഴും നമുക്ക് സങ്കടങ്ങൾ മാത്രമായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവണം. അത് പറഞ്ഞത് ശരിയാണ്. നല്ലൊരു പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിന്ന് ഒരു കല്യാണം, അത് ഞാൻ പറയത്തുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് വലിയ വീടൊക്കെ ഉണ്ടാക്കിയിരുന്ന കിളവനാവും. അങ്ങനെയല്ലാട്ടോ പറയുന്നത്. നിങ്ങൾ വളരെ മറ്റേ കല്യാണം അതല്ല, കല്യാണം കഴിക്കാൻ സ്വന്തം നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു ഈവൻ ഇന്നർ വെയറിന് നിങ്ങൾക്ക് മറ്റൊരാളെ കൈ ചൂണ്ടാത്തൊരവസ്ഥ, നിങ്ങൾക്ക് സ്വന്തം പ്രാപ്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്ന ഗോ ഫോർ ഇറ്റ്. ആ വിഷമം അങ്ങനെ മാറ്റിയേക്ക് അല്ലേ അംജുക്ക? ഡൗറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ റൂൾസ് ഉണ്ട് അതൊന്ന് പറയാമോ? ഡൗറിക്ക് അഗെയിൻസ്റ്റ്, ഇപ്പൊ ഡൗറി ചോദിക്കുന്നത് തന്നെ നിയമപരമായിട്ട് തെറ്റാണ്, കൊടുക്കുന്നത് തെറ്റാണെന്നൊക്കെ നമുക്ക് തന്നെ അറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും പലവരും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ കല്യാണത്തിന് ചോദിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം ഇത്. അവര് കാലാകാലമായിട്ട് നാട്ടില് എല്ലാരും നാട്ടു നടപ്പ് വന്ന് അവരെ കുടുംബം നമ്മുടെ ജനറേഷൻ അറിയാം ഇത് എത്ര വൃത്തികെട്ട സാധനമാണ് ഈ ഡൗറി സിസ്റ്റം കാര്യങ്ങൾ. അത് നമ്മൾ വേണം നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും കൺവിൻസ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങളൊക്കെ. ഇവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം അവര് കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഇത് കല്യാണം കഴിച്ചതോ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ സിസ്റ്റത്തിലാണ് അത്രയും കാലം വളർന്നു വന്നേ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് കല്യാണം കഴിക്കാൻ പോകുമ്പോ പെണ്ണിന്റെ വീട്ടുകാരോട് ഇങ്ങനെ ചോദിക്കുകയും ഡയറക്റ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ
നമ്മുടെ ഇപ്പത്തെ ജനറേഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സെൽഫ് റെസ്പെക്ട് എന്ന സംഭവം ഒരു പെണ്ണിന്റെ ഇത് കിട്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് മനസ്സിലാക്കി കൊടുക്കാം. നമ്മുടെ പാരന്റ്സിന് അങ്ങനെ ഒരു തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഡൗറി തരുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് ദിയർ ഡോട്ടർ. സത്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമുക്ക് ഒരു ഡൗറി നമ്മുടെ പെൺവീട്ടുകാർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതന്നെ പലരും ലോൺ എടുത്തിട്ടും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്തിട്ടായിരിക്കും. പല ആൾക്കാരും ഇപ്പോഴും സഫർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പല ബന്ധങ്ങളും തകർന്നു. നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, നമുക്ക് സെക്യൂരിറ്റിക്ക് നമുക്ക് എന്തെങ്കിലും കരുതി വെച്ചാൽ അവർ തന്നോട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടുകാർ നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തരുന്നോട് യാതൊരു കുറ്റമില്ല, കാരണം അവരെ മക്കൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു സ്ത്രീധനം എന്നുള്ള കോൺസെപ്റ്റിൽ അവർ കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി മാത്രമായിട്ട് ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര തെറ്റാണ്. എഡ്യൂക്കേഷൻ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരു കല്യാണം കഴിക്കാൻ ഒരു ചെക്കന്റെ വീട്ടുകാർ വന്നു വിചാരിക്കും, അവര് ഡൗറി ആവശ്യപ്പെട്ട് കാര്യങ്ങൾ വിചാരിച്ചു. അപ്പൊ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് വേണം സംസാരിക്കാൻ. പാർട്ട്ണറിന്റെ മൈൻഡ് സെറ്റ് എന്തെന്ന് ആദ്യം അറിയണം. ഇവനും പണം ആഗ്രഹിക്കുന്നുണ്ടോ, ഇവനും ഈ ഡൗറി പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ ഈ വീട്ടുകാരാണോ? വീട്ടുകാർക്ക് ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പഴയ ചിന്താഗതി ആയിരിക്കും. അവര് വളർന്ന് അവര് നിങ്ങളുടെ വേർത്ത് നോക്കേണ്ടത് ഡൗറി അത് പാർട്ട്ണറിന്റെ എങ്ങനെ ഇരിക്കും, അവരുടെ സ്റ്റാൻഡ് എങ്ങനെ ഇരിക്കും, അത് മനസ്സിലാക്കി നിങ്ങള് എന്താ പറയാ കറക്റ്റ് പാർട്ട്ണറിന്റെ വീട്ടുകാരോട് സംസാരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഡൗറിയും കാര്യങ്ങളൊന്നും തരാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾക്ക് പറ്റും കല്യാണം വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കടോ. നമ്മള് എത്ര പേര് കല്യാണം വേണ്ട ഡൗറി ചോദിച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് അവര് ഡൗറി ചോദിച്ചു വേണ്ട, സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കും. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൂടെ. ഓക്കെ, അപ്പൊ അവരുടെ സംസാരിച്ച് നോക്കാം, അവരുടെ മൈൻഡ് സെറ്റ് മാറും. ഇവര് ചിന്താഗതി മാറ്റിയെടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ, അല്ലെ? അവര് ട്രൈ ചെയ്യാം. എനിക്ക് താല്പര്യമില്ല ഡൗറി, ഇതൊക്കെ പഴയതല്ലേ, ഇതൊക്കെ തെറ്റാണ്. ഞാൻ നിങ്ങളുടെ മോൻ നല്ലൊരു ഭാര്യയായിരിക്കും എന്നുള്ളതാക്കുന്നത്. ഓക്കെ, ഇതാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ജീവിതകാലം നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമോ, ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ, കല്യാണം കഴിക്കാം. അതല്ല ഇപ്പൊ നമുക്ക് എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും നമ്മുടെ പഴയ ആൾക്കാരെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റും, നിങ്ങൾ സംസാരിച്ച് ഡൗട്ട് തരൂല്ല, ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല, എന്ത് വേണമെങ്കിലും ആക്കിക്കോ എന്നുള്ളത്. ഞാൻ വേറെ കല്യാണം കഴിച്ച് പോയിക്കോളെന്ന് പറയും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ എന്നോട് ഇപ്പൊ എന്റെ കല്യാണത്തിന് ഡൗറി ചോദിക്കണതിൽ ഞാൻ തെറ്റുന്ന ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം അവര് ഇതാണ്, അവര് ഡൗറി ചോദിക്കാം ചോദിക്കാതിരിക്കാം. ചോദിച്ചു കഴിഞ്ഞാലും എനിക്കൊരു സ്റ്റാൻഡേർഡ് ഞാൻ കൊടുക്കത്തില്ല എന്നുള്ളത് അത് ഞാൻ ക്ലിയർ ചെയ്ത് പറയും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഉപ്പ എനിക്ക് തരും, അത് എനിക്കുള്ളതാണ്. എനിക്ക് എപ്പോഴെങ്കിലും അവർക്ക് തരാൻ തോന്നുമ്പോൾ തരും, ഡൗറി ആയിട്ട് തരത്തില്ല. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും ഇങ്ങനെ ഇല്ല. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നോട് കല്യാണം കഴിക്കാൻ വന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചിട്ട് ഇവർ എന്നോട് ചോദിച്ചെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കില്ല. ഇവരെന്നോട് ചോദിച്ചു, ഇവര് ഭയങ്കര പഴഞ്ചനാണ്, ഇവർ പഴഞ്ചൻ ടീംസ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും അത് ഞാൻ ഒഴിവാക്കത്തില്ല. ഇവര് കൺവിൻസ് ചെയ്യുമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിയർ അസ്ല, എന്റെ വിവാഹം ഒന്നും ഉറപ്പിച്ചിട്ടില്ല, എന്നാലും ഒരിക്കൽ നടക്കുമല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. അസ്ല തന്നെ പ്രൈവറ്റ് പാർട്സ് ഡാർക്ക്നെസിന്റെ ഉള്ള കോമൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു പ്രശ്നമല്ല എന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പേടി, കെട്ടുന്ന ആൾക്ക് എന്തേലും തോന്നുവോ എന്നൊക്കെ. ഇതിലെന്ത് പറയാനാ, ലൈക്ക് ഇറ്റ്സ് എ ഇന്ത്യൻ സ്കിൻ ടോൺ. ഞാൻ ഇനി കട്ട് ചെയ്യൂല, ഞാൻ കുറെ കട്ട് ചെയ്തു. നീ പറഞ്ഞോ, ഞാൻ കട്ട് ചെയ്യൂല. ബേസിക്കലി വി ഓൾ ഗോട്ട് ഇന്ത്യൻ സ്കിൻ ടോൺ. സോ അതിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയസിലേക്ക് ചിലപ്പോൾ ഡാർക്ക്നെസ് അതേപോലത്തെ കളർ ഡിഫറൻസ് ഒക്കെ കാണും. സോ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതെ, ഇപ്പൊ നമ്മുടെ വൾവ, ഇപ്പൊ പെൺകുട്ടിയുടെ വൾവ ഏരിയ, ഈവൻ അൺട്രാംസ്, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ബാക്കി ബോഡിന്റെ കളർ ആയിരിക്കില്ല, കുറച്ച് ഡാർക്കർ ആയിരിക്കും. അത് വളരെ നോർമലാണ്. ഈ സ്ത്രീകളെ കാര്യം മാത്രമല്ല, പുരുഷന്മാരിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് ആരും അത് ബോധർ ചെയ്യുന്നില്ല. നമ്മൾ തന്നെ അത് ആലോചിച്ചൊരു അനാവശ്യമായിട്ടുള്ള ഒരു കൺസേൺ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ഡാർക്ക്നെസ് കൂടും. പിന്നെ നമ്മളിപ്പോൾ ലെഗിങ്സ് ജീൻസ് ഇതൊക്കെ ഇടുവാണ്. അപ്പൊ ഫ്രിക്ഷൻ കാരണം ഇത് പല ഫാക്ടേഴ്സ് കാരണം, ഇപ്പൊ നമ്മൾ ഷേവ് ചെയ്യുന്ന ഇതൊക്കെ കാരണം അവിടെ എന്ത് ഡാർക്ക്നെസ് സംഭവിക്കുന്നു. ഇത് എനിക്കോ ഈ കമന്റ് ഇട്ടോ ആൾക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും ഇത് ആരും അത് മൈൻഡ് ചെയ്യത്തില്ല. അത് നമ്മൾ വെറുതെ അനാവശ്യമായിട്ടുള്ളത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നുന്നു, ഇത് എന്തെങ്കിലും രീതിയിൽ അതാ വിട്ടുകളാ, ഇതൊക്കെ നമുക്കുള്ള പേടിയാണ്. ഇത് ആ കല്യാണം കഴിക്കാൻ പോകുന്ന ഏതൊരു പെൺകുട്ടികൾക്കും ഈവൻ ആൺകുട്ടികൾക്കും ഉണ്ടായിരിക്കും ഇങ്ങനത്തെ കുറച്ച് കൺസേൺസും കാര്യങ്ങളൊക്കെ. അതൊന്നും നോർമലാണ്. എല്ലാം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ബിഫോർ മാരേജ് എന്റെ എക്സ്പെക്ടേഷൻ, ആഫ്റ്റർ മാരേജ് റിയാലിറ്റിയും അനുഭവസ്ഥ എന്ന നിലക്ക് ഞാൻ പറയാം. ഒരുപാട് എക്സ്പെക്ടേഷൻ മനസ്സിൽ വെച്ച് ഒരിക്കലും പോകരുത്.
അതിഗംഭീരമായ ഒരു ആഘോഷമാണ് വിവാഹം. പക്ഷെ അതിനുശേഷം നമ്മൾ കടക്കുന്ന റിയാലിറ്റി, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ മുമ്പേ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഓരോ പെൺകുട്ടിയും പോകാൻ. ഒരിക്കലും ഇനി എത്ര പാവം അമ്മയാണ് ഭർത്താവിന്റെ എന്ന് പറഞ്ഞാലും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും ഒരിക്കലും ലഭിക്കില്ല. സോ ബിഫോർ മാരേജ് ഓരോ പെൺകുട്ടിയും അവളുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്തോളൂ, പിന്നെ ദുഃഖിക്കേണ്ടി വരരുത്. ഞാൻ ഈ ഒരു ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു കുട്ടി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി വായിക്കുന്നത്, രണ്ടും ഒരുമിച്ച് ഞാൻ പറയാട്ടോ. നമ്മൾ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നതൊന്നും അല്ല കല്യാണത്തിന് ശേഷം നടക്കുക. നമ്മുടെ വീട്ടുകാരെ ഇടയിൽ നിന്ന് നമ്മൾ വേറൊരു വീട്ടിൽ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് പുതിയൊരു മെഷീൻ വീട്ടിൽ കിട്ടി എന്നാവും. അവൾ അവളുടെ എല്ലാം വിട്ടിട്ട് പുതിയൊരു ജീവിത സ്വപ്നം കണ്ടുവരുന്നവളാണ്. ഒരാൾ പോലും ചിന്തിക്കില്ല 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയെ അവർ കാണുന്നത് അവരെ സെയിം വയസ്സുള്ള ഒരാളായിട്ടാവും. എല്ലാത്തിലും കുറ്റവും കുറവുകളും മാത്രം എല്ലാവരും തള്ളി പറയുമ്പോൾ ചില ഹസ്ബൻഡ്സ് വൈഫിനെ സപ്പോർട്ട് ചെയ്തു വല്ലതും അവരോട് പറഞ്ഞാൽ അപ്പോൾ തിരിച്ചു കേൾക്കുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ അവനെ അവളുടെ അടിമയാക്കി വെച്ചു, ഞങ്ങളെ വേണ്ട അവന്. ഇപ്പോൾ അവൾ പറയുന്നത് അവനക്ക് ശരി. ഇത് ആലോചിച്ചിട്ട് മിക്കവാറും സൈലന്റ് ആയിരിക്കും എന്ത് കേട്ടാലും. ഇതിനുള്ള ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരേ ഇതായിരിക്കില്ല, ഒരു ഡിപ്പെൻഡ് ചെയ്യും എല്ലാവരുടെയും, അല്ലെ? എല്ലാവരുടെയും ലൈഫ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ കമന്റ് കുറെ പേർക്ക് ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, കുറെ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. കാരണം ഇറ്റ് ഡിഫറൻഷിയേറ്റ്സ്. കാരണം ആ ഒരു പുള്ളിയുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസസ് ആണ് ഈ രണ്ടുപേരുടെയും ഒരു എക്സ്പ്രസ് ചെയ്തേക്കുന്ന ആ വിഷമം, സങ്കടം, ഇതുപോലെ കുറെ പേര് കടന്നു പോകുന്നുണ്ടായിരിക്കും, കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിയാണ്, ഇപ്പൊ എനിക്കും കല്യാണത്തിന് മുമ്പ് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം റിയാലിറ്റിയിൽ ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മൾ ഈ മൂവീസ് കണ്ടിട്ടും സീരീസ് കണ്ടിട്ടും നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻസിലായിരിക്കും ഇത് വേണം. റിയൽ ലൈഫിൽ ഡിഫറെന്റ് ആണ്. കാരണം ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷം ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും. ഇതിനോടൊപ്പം കുറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, സാക്രിഫൈസസ് ഉണ്ട് ഉറപ്പായിട്ടും. നമ്മൾ പറയും മാരേജ് ലൈഫിൽ സാക്രിഫൈസസ് ചിലതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാം അറിഞ്ഞതാണ് ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ മാക്സിമം എൻജോയ് ചെയ്യൂ. കല്യാണത്തിന് മുമ്പ് എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ലൈഫ് എന്ന് പറയണതേ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത്, മുന്നോട്ട് അതെ ഇനിയും നമുക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷമുള്ളതും ഒപ്പം ഉള്ളതിന്റെ ഒപ്പം സങ്കടം ഉണ്ടാവും, സങ്കടം ഉള്ളതിന്റെ ഒപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ബാലൻസ് ചെയ്യാം, ലൈഫ് ബാലൻസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ശരിയാണ്, എക്സ്പെക്ടേഷൻസ് ഒരുപാട് വെക്കേണ്ട ആവശ്യം ഇല്ല. കാരണം റിയാലിറ്റി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഇതായിരിക്കും. രണ്ട് വ്യക്തികളല്ലേ, നമ്മൾ രണ്ട് വ്യക്തികളാണ്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ ജീവിച്ചു വളർന്ന ഒരു റൂട്ടീൻ അത് വ്യത്യാസം ഉണ്ടായിരിക്കും കംപ്ലീറ്റ്. അപ്പൊ നമ്മൾ ഒരുമിച്ചാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ്. പിന്നെ ഫാമിലി, ഇപ്പൊ ചെക്കന്റെ വീട്ടിലാണ് ഓരോ വീട്ടിലും ഓരോ ഫാമിലിയിലും അവിടുത്തെ ഒരു റണ്ണിങ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും. ചെക്കന്റെ വീട്ടിലാണ് താമസിക്കണമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് ഒരു അവര് വന്നിട്ട് ചിലപ്പോ ഇതൊക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് അവര് പ്രായമായവര്, അവരെ മാറ്റാന്ന് പറയുന്നത് നമുക്ക് എളുപ്പമുള്ള കാര്യമേ അല്ല. അത് മനസ്സിലാക്കണം. നമ്മളൊരു പാർട്ട്ണറിനോട് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സപ്പോർട്ട് നമ്മുടെ പാർട്ട്ണറിന്റെതാണ്. അവരോട് കാര്യങ്ങളുമായി പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമമുണ്ട്, ഇതൊക്കെയാണ് എന്നൊക്കെ പറയാം. ഭർത്താവിന്റെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, അല്ലെ? അത് അവിടെയാണ്, അവിടെ സപ്പോർട്ട് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഭർത്താവിനോട് പറയുമ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട് നീ ഇപ്പൊ അവളുടെ ആളായി, അത് നമുക്ക് അവരെ വായടപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു മോനാണ്, എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഒരു മോനാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, കൂടുതലൊരു ഇത് ഉണ്ടാവും. സ്നേഹമല്ല എന്റെ മോനെ ഇവള് പിടിച്ചെടുക്കോ എന്നൊക്കെ ഉള്ളത്. അത് പണ്ടത്തെ അമ്മമാർ, നമ്മൾ ഈ ജനറേഷനും അല്ല, അവര് വേറെ ജനറേഷനിൽ നിന്ന് വന്നവരാ. അത് മാറ്റം എളുപ്പം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അത് തമാശയായിട്ട് എടുത്താൽ മതി, അല്ലേ? അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾക്കറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അറ്റ്ലീസ്റ്റ് ഭർത്താവ് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു റിയാലിറ്റി ആട്ടോ. ഇത് പല വീട്ടില് പല പ്രശ്നങ്ങളും ഞാൻ ഇങ്ങനെ പലവരും പറഞ്ഞിട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാക്കരുത്, നീ നല്ല മറുപടി തക്ക മറുപടി വീട്ടുകാർക്ക് കൊടുക്കണം. അങ്ങനെ ആയ വഷളാവേ ഉള്ളൂ ആ വീട്ടിലെ പ്രശ്നം. ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ
നമ്മൾ ഔട്ട്സൈഡറായി മാറും. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് തീരെ ഒരു ഇതില്ലാതായി മാറും. ഡിഫറൻസസ് ഉണ്ടായിരിക്കണോ? ഇപ്പൊ ഞാൻ പറഞ്ഞിടാം, അംജുക്കാടെ പാരന്റ്സും എന്റെ പാരന്റ്സും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യം അല്ല അവിടെ എന്ന് പറയുന്നത്. ഞാൻ അവിടെ ശരിക്കും ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല ഞാൻ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്യുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാണ്. കാരണം പപ്പയും മമ്മിയും ഇങ്ങനെയാണ്. അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ പക്ഷെ പാറ്റേണും ഇതും ഡിഫറെന്റ് ആണ്. അത് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. അതേപോലെ തന്നെ അംജുക്ക പപ്പാനെയും മമ്മീനെയും ഒരു വാർന്ന എന്റെ ഉപ്പാനെയും ഉമ്മാനെയും കാണുമ്പോൾ അംജുക്കാക്കും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അംജുക്കയും ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ജീവിച്ചു പോകണം. എന്തൊക്കെ വന്നാലും അറ്റ് എൻഡ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും അല്ലെ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരുമാണ്. നമ്മൾ രണ്ടുപേരാണ് അങ്ങോട്ട് ജീവിച്ചു പോകുന്നത്. അതിന്റെ ഒരു പാർട്ട് അത്ര മാത്രം വെച്ചാൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്ക് വളരെ സ്വന്തം വീടിനേക്കാളും സന്തോഷമുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോഴാവും ജീവിച്ചു തുടങ്ങിയെന്ന് പറയുന്നവര് ഞാൻ കേട്ടിട്ടുണ്ട്. ഉടുപ്പിട്ട് കിടങ്ങും ഒന്ന് കറങ്ങാൻ പോയത് അങ്ങനെ ഞാൻ കേട്ടവരുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് അധികം കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലാതെ അത് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി നോക്കണം എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന മുന്നേ നിങ്ങളൊരു പിക്ചർ കാണിക്കുക. ദിസ് ഈസ് വാട്ട് യു വാണ്ട്. എക്സാക്ട്ലി. നമ്മളൊരു കല്യാണത്തിന് മുമ്പ് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് പാർട്ട്ണറിനായിട്ട് സംസാരിക്കണം. എല്ലാം അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എന്ത് നിങ്ങൾ അങ്ങനെ ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണം കഴിക്കാം. അതൊരു ഫെയറി ടെയിൽ കൊടുക്കരുത്. അത് സത്യം കേട്ടോ. അംജുക്ക് ഇത് പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു കാര്യം. മോഹവാഗ്ദാനങ്ങൾ കൊടുക്കും. നമുക്ക് അങ്ങനെ അടിച്ചു പൊളിക്കാം. എന്റെ വീട് ഇങ്ങനെയാണ്. ഇല്ല, കറക്റ്റ് ഒരു പിക്ചർ കൊടുക്കാം. എന്റെ വീട് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്റെ വീട്ടില്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തരണം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് ഇത്ര കഷ്ടപ്പാടെന്നൊക്കെ ഓപ്പൺ ആയി പറഞ്ഞോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം കെട്ടിയാ പോരെ അല്ലെ? അതാണ് സത്യം. ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അടുത്തത് ലോങ് ഡിസ്റ്റൻസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ റെഡിയാക്കാം. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അല്ലെ. ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉള്ള ഒന്നാണ് ഈ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനൊരുപാട് വിഷമം അടങ്ങിയിട്ടുണ്ട്. ലൊയാലിറ്റി എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അത് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടാണ്. കാരണം നമുക്ക് അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല. മെന്റൽ സപ്പോർട്ട് നമുക്ക് വെർച്വൽ വഴി ഫോൺ വഴിയാണ് നമുക്കുള്ളത്. നമുക്ക് ആളെ കാണുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ നോക്കും. നമ്മളെ ഫോട്ടോസും നമ്മുടെ ഇതൊക്കെ അയച്ച് പക്ഷെ അത് പിന്നീട് ഒരു അഡിക്ഷനായിട്ട് മാറുന്നുണ്ട്. ലൈക്ക് യുനോ ലൈക്ക് ഇപ്പൊ നീ ഇപ്പൊ എവിടെ പോന്നു കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അറിയുന്ന ടെൻഷൻ വരുത്തില്ല. സത്യം. ശരിയാണ്. ഇപ്പോ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ സ്ഥിരം ഫോൺ ഇതിലിപ്പോ വരണില്ലേ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മളിവിടെ പോണ് ഫോട്ടോ അയക്കണു അതാക്കണു ഇതാക്കണു എന്നൊക്കെ പറയും. അപ്പൊ മറ്റേ ആൾക്ക് ടെൻഷൻ ആവും. കാരണം ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആളെ സ്ഥിരം ചെയ്യുന്ന ഫോട്ടോ അയക്കുന്നില്ല. അപ്പൊ അവിടെ വരും മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഫ്രണ്ട്സിനെ വിളിക്കുകയും അങ്ങനെയൊക്കെ വരും. ഇത് ഒരു അനുഭവമാണ് അംജുക്ക പറയണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് പറഞ്ഞപ്പോ വിഷയത്തിൽ ഇത് തെന്നി മാറി. മിസ്അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് പോവും. ഞാൻ കാര്യം പറയാം. ലോങ് ഡിസ്റ്റൻസിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെന്ന് പറയണത് നമ്മൾ അടുത്തില്ല, അപ്പൊ തന്നെ സംശയങ്ങൾ വരും. ഈ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചങ്ങ് കൂടും വിളിച്ച് കിട്ടാതാവുമ്പോ, അല്ലെങ്കിൽ സ്ഥിരം കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം ഫെയറി ടെയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആവും. അതെ, ഒക്കെ ശരിയാവും. ഒരു ഉറപ്പാണ് കൊടുക്കേണ്ടത്, ഒരു ബലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് എന്താ, നിങ്ങൾ കുറച്ചൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. പിന്നെ ഒരു സ്പേസ് രണ്ട് വ്യക്തികൾക്കും കൊടുക്കണം. ഈ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സമാധാനം കൂടി കൊടുത്തില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. അപ്പോൾ രണ്ട് വ്യക്തികളും സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ രണ്ടുപേരും ലോയൽ ആയിരിക്കുക, വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക. ഒന്ന് മനസ്സിലാക്കുക, അപ്പുറത്ത് ഒരാള് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നമ്മളെ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഞാനിവിടെ ഇല്ലല്ലോ, അവൾ അല്ലെങ്കിൽ അവൻ ഒന്നും കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അവളോ അവനോ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ വിശ്വസിച്ചും കാത്തിരിക്കുന്നുള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും.
അല്ലെ, ഒരിക്കൽ പോയ വിശ്വാസം പിന്നെ തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മെയിൻ കാര്യം ഇവിടുത്തെ സംശയരോഗം, മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഒരു നോണ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞറിഞ്ഞെന്ന് വിചാരിക്കും, പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും മാറത്തില്ല. പിന്നെ എപ്പോഴും ഡൗട്ടായിരിക്കും, ഈ നോണ പറയായിരിക്കും അതായിരിക്കും. സോ ലോങ് ഡിസ്റ്റൻസിന് നിങ്ങൾ ആക്കേണ്ടത് ടൈം കൊടുക്കുക. രണ്ട് വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ടൈം കൊടുക്കുക. നിങ്ങൾക്ക് സംസാരിക്കാം. 24/7 തിരക്കുള്ള ഒരു മനുഷ്യനില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാൻ ഒരു ടൈം ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. പിന്നെ എന്ന് പറയുന്നത് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി ഓർക്കുക. അവർ വേറൊരു സ്ഥലത്താണ്, അപ്പൊ അതിന്റെ ഉള്ള മനസ്സമാധാനവും കാര്യങ്ങളും കൊടുക്കുക. ഓപ്പൺ ആയ സംസാരിക്കുക, അല്ലെ, ഓപ്പൺ ആയി സംസാരിക്കുക. എന്താണ് ഏതാണ് ഇപ്പൊ ഒരു ചെറിയ പിണക്കം വന്നാൽ പോലും നമ്മൾ അടുത്തുള്ള പോലെയല്ല, ദൂരെ ഇരിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നോക്കണം, അല്ലെ. അല്ലാണ്ട് ഒരു ദിവസം ബ്ലോക്ക് ചെയ്ത് പോവാ ഫോൺ. അങ്ങ് മിക്ക റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ഈവൻ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പിലുള്ള സമയത്ത്, ബ്ലോക്ക് ചെയ്ത് പോവാ. ഇതൊക്കെ നമ്മുടെ പ്രായത്തിന്റെ ഓരോ ഇതുകളാണ്. നമ്മൾ മെച്ചുവേർഡ് ആകുമ്പോഴാണ് നമ്മളുടെ ഓരോ പൊട്ടത്തരങ്ങളും മിസ്റ്റേക്ക് മനസ്സിലായത്. ഏറ്റവും വലിയ ഒന്നാണ് ഈ ബ്ലോക്ക് ചെയ്ത് പോവുക, ഫോൺ എടുക്കാതിരിക്കുക. ഭയങ്കര പൊട്ടത്തരാണ്. നമ്മൾ വിചാരിക്കും അവര് നമ്മൾ മിസ് ചെയ്യും സാധനങ്ങൾ, അതെല്ലാം വരാം. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്പാർക്ക് പോവും. ഓക്കെ, പിന്നെ ഒരു വില പോവും നമ്മളോട്. ഈ ചെയ്യുന്ന എന്തായി കൂടുതൽ ഒന്ന് ബ്ലോക്ക് ചെയ്യും, അതല്ലേ എത്രയല്ലേ ഉണ്ടാവുള്ളൂ. ചെയ്യരുത് ഒരിക്കലും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഫിനാൻഷ്യൽ സ്റ്റേബിളായി നമ്മൾ കല്യാണം കഴിക്കാൻ റെഡിയായി എന്ന് തോന്നുന്ന ടൈമിൽ മാത്രം കല്യാണം കഴിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര ലേറ്റായി കല്യാണം കഴിക്കുന്നു അത്രയും ലേറ്റായി റെസ്പോൺസിബിൾ തലയിൽ എടുത്തു വെച്ചാൽ മതി. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നവരുടെ ഒറ്റക്കുള്ള ജീവിതം അടിച്ചു പൊളിക്കും മറ്റ് മക്കളെ. ഈ ഒറ്റക്കുള്ള ജീവിതം ഒന്നും ഇനി തിരിച്ചിട്ടില്ല. ഞാൻ പറയുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുക എന്നുള്ള ഒരു പ്രയോഗം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടോ? ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. അത് ചിലപ്പോ ഏത് ടൈമിലാണ് തുടങ്ങും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കൂട്ട് എനിക്ക് വേണം, എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വേണം എന്നൊന്നും. അത് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാണ്ടോ സ്റ്റേബിൾ ആവാണ്ടോ ഒന്നുമല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊരു പാർട്ട്ണർ വേണം. അങ്ങനെ എത്രയോ പേർക്കും നിങ്ങൾ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കട്ടോ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും മറ്റേ ഒരു ഫീലിംഗ്, എന്താ പറയുക, ഒറ്റയ്ക്ക് ഒരു ലൈഫ് അടിച്ചു പൊളിക്കുന്ന ആളിനെ കണ്ടിട്ട് ജീവിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, പക്ഷെ വേറൊരാളെ കണ്ടിട്ട് അങ്ങനെ എടുക്കാൻ തീരുമാനം. അല്ലെങ്കിൽ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക, കല്യാണം കഴിക്കുകയോ കഴിക്കാതെ. പക്ഷെ വേറൊരാളോട് നിങ്ങൾ കല്യാണം കഴിക്കല്ലേ മക്കളെ, നിങ്ങൾ ഇങ്ങനെ നടക്കുക, നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. അത് എനിക്ക് ആ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. നിങ്ങൾ മെന്റലി ഫിനാൻഷ്യലി നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങൾ മെന്റലി ഓക്കെ എനിക്കൊരു കല്യാണം കഴിക്കണം, ഞാൻ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ ഞാൻ ഓക്കെ ആണെങ്കിൽ അങ്ങ് കല്യാണം കഴിക്കുക. അല്ലാണ്ട് ഒറ്റക്കുള്ള ലൈഫാണ് അടിപൊളി, ഞാൻ ഒറ്റക്കുള്ള ലൈഫും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് അടിച്ചു നമ്മുടെ ഒരു ഇത് അനുസരിച്ചിരിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് അയ്യോ സിംഗിൾ ലൈഫായിരുന്നു അടിപൊളി, സിംഗിൾ ലൈഫ് എനിക്ക് ഇങ്ങനെ പറ്റി. അങ്ങനെ വെച്ചാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുക. നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കണേലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്. പിന്നെ ഇതുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളത്. അത് ഞാനും പറയും, ആണായാലും പെണ്ണാണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളത് ഈ കാലത്ത് അത്യാവശ്യമാണ്. കാരണം നാളെ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിന് ജോലി പോയി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും ജോലി ഉണ്ടല്ലോ. ഇനിയിപ്പോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആ ഭർത്താവിന് നല്ല ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്നർ വെയർ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വേറെ ആളുടെ കൈ നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം കൈ ഉണ്ടെങ്കിൽ ഒരു മിഠായി മേടിക്കാൻ, ഇപ്പൊ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യക്ക് ഒരു ബർത്ത്ഡേ ആണ് ഒരു ഗിഫ്റ്റ് മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള മേടിക്കണം. സോ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളത് ഏതൊരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. സോ എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കാതൊന്നും എനിക്ക് എന്തോ ആ ഒരു സാധനങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അബൌട്ട് ഇന്റർകാസ്റ്റ് മാരേജ്, വേറെ മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഇപ്പോ ഇന്റർകാസ്റ്റ് ആയിക്കോട്ടെ സ്വന്തം മതത്തിൽ നിന്ന് ആയിക്കോട്ടെ, അതെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണോ അതനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. അതിൽ അവിടെ മതം വരുന്നില്ല, ഒന്നും വരുന്നില്ല. നിങ്ങൾ ആ ലൈഫ് എങ്ങനെ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്നു, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് നിങ്ങൾ സെയിം മതത്തിലായിട്ടും കാര്യമില്ല, മതത്തിലല്ലെങ്കിലും കാര്യമില്ല, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്ന പോലെ ഇരിക്കും. അത്രയുള്ളൂ. രണ്ടാൾ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നം കുറക്കാൻ എന്ത് ചെയ്യണം? മൂന്നാമതൊരാളെ ഇടയിൽ കൊണ്ടുവരാതിരിക്കാം.
മെയിൻ ആയിട്ട് മൂന്നാമതൊരു ഒരാളിനെ കൊണ്ടുവരില്ല. വേണമെങ്കിൽ നിങ്ങളെ വിഷമോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ അത്രയും ഇത് തോന്നുന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ നാളെ അവർ അതായത് ഇതാക്കി എടുക്കാനും വഴിയുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ മൂന്നാമതൊരാള് ഒരിക്കലും കൊണ്ടുവരുത്. ആ പ്രശ്നം ഒരിക്കലും മാറത്തില്ല, അത് വഷളാവത്തില്ല. കാരണം നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറിന്റെ അതെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ then you should stop there and move on with life എന്നേ ഞങ്ങൾ അതെ, പറയുന്നുള്ളൂ. നിങ്ങളുടെ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അത് വിഷമാണെങ്കിലും സന്തോഷാണെങ്കിലും സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത് കോംപ്ലിമെന്റ് ചെയ്യാൻ മറക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ്, നല്ലത് ചെയ്ത നല്ലതെന്ന് പറയാനും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യാം. സ്ലേവിനെ ഒന്നും അല്ല നമ്മൾ കെട്ടിരിക്കുന്ന ഒന്നും. എല്ലാരും അത്ര ഒരു സർവീസ് ചെയ്താലും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ്. നമ്മുടെ ലൈഫിൽ ഒരു അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇല്ലേ? ഒരു നല്ല ഡ്രസ്സ് ഇട്ട് വന്ന ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ലൊരു മേക്കപ്പ് ഇട്ട ഹായ് നല്ല മേക്കപ്പ് ആണല്ലോ. ഇപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഹായ് നല്ലത്. അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടിയാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാം. ആ ഒരു പോസിറ്റിവിറ്റി അത് കുറെ കൂടെ നമ്മുടെ ചുറ്റിൽ എന്നാണ് നമ്മുടെ ലൈഫിൽ കോംപ്ലിമെന്റ്സ് കൊടുക്കലൊക്കെ അവസാനിക്കുന്നത്, അഡ്മയർ ചെയ്യണത് അവസാനിക്കുന്നത്. അപ്പോഴാണ് ആ റിലേഷൻഷിപ്പിന്റെ സ്പാർക്ക് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു ആ വ്യക്തിനെ കാണത്തില്ലേ, ഒരു ഇതിന് ആ ഒരു സ്പാർക്കില്, അത് നിങ്ങളൊരു 10 അല്ല 20 30 വർഷം കഴിഞ്ഞാലും ആ സ്പാർക്ക് അതുപോലെ നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതാണ് ആക്കുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ അവിടെ പകുതി പ്രശ്നങ്ങൾ കഴിയുന്നതാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ എന്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ എനിക്കതാണ്. ഒരേ ഒരു ചോദ്യം മാത്രം, അംജുഖാന്റെ അടുത്തേക്ക് പോയത് ഇത്തായുടെ ഇഷ്ടപ്രകാരമാണോ അംജുഖാന്റെ ഇഷ്ടപ്രകാരമാണോ? ആരാണ് ആ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നത്? കൂടുതൽ എഫേർട്ട് എടുത്തത് ആരായിരുന്നു? ഇതിന്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം. ഇത് എല്ലാം ഞങ്ങളുടെ എഫേർട്ടാണ്. ഇത് ഞങ്ങളുടെ എഫേർട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഒരുമിച്ച് ജീവിക്കാം. അതിപ്പോ എവിടെ ആയിക്കോട്ടെ, ഏത് ഉഗാണ്ടയിലായിക്കോട്ടെ, ഞങ്ങള് ഒരുമിച്ച് ജീവിക്കാം. ഇപ്പൊ നാട്ടിലാണെങ്കിലും ശരി, UK-യിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഞങ്ങളാണ് ഒരുമിച്ച് എഫേർട്ട് എടുത്തത്. ഒറ്റതാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ തോന്നി. ഇപ്പൊ ഞാൻ നാട്ടിൽ ഞങ്ങൾ ഇപ്പൊ അംജുക്ക് ഇവിടേക്ക് എന്താ പറയാ കഷ്ടപ്പെട്ട് അവൻ അത്രയും പൈസ മുടക്കില്ല. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ UK-യിലാണ് അവൻ MBA ചെയ്തത്. അപ്പോൾ അവൻ പൈസ അത്രയും മുടക്കിയിട്ടുണ്ട്. പിന്നെ അവനൊരു ജോലിയായി. പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോ നാട്ടിൽ സെറ്റിൽ ആവണേക്കാളും ഞങ്ങൾ കുറച്ചും കൂടിയും എല്ലാം കൊണ്ടും കുറേ കൂടെ ഒരു മനസ്സിൽ കുറേ കൂടെ ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഇവിടെ തോന്നുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരെന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്പേസ് ഒരുപാട് ആഗ്രഹിക്കുന്ന രണ്ടുപേരെ. ഞങ്ങൾ രണ്ടുപേരെന്ന് പറയണത് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം, ഞങ്ങൾക്ക് വേറെ ലോകമാണ് ആക്ച്വലി ബിയോണ്ട് ഒരു കുഞ്ഞ് ഒരു പ്രൈവറ്റ് സ്പേസ്, ഞങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു ലോകം, അങ്ങനത്തെ ഒരു ഒരുമിച്ച് ഇതാക്കുന്നത്. അപ്പൊ എന്റെ താല്പര്യമാണോ അവന്റെ താല്പര്യമാണോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് കല്യാണത്തിന് മുമ്പ് എനിക്ക് നാട്ടില് രണ്ടുപേർക്കും നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ താല്പര്യം. എനിക്ക് നാട്ടില് കല്യാണത്തിന് മുമ്പ് നാട്ടിൽ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. എനിക്കിങ്ങനെ പുറമൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്കൊരു കല്യാണം ആലോചിച്ച് വന്നപ്പോ എനിക്ക് ആ ആഗ്രഹം മാറി. പിന്നെ എന്റെ പാർട്ട്ണർ എവിടെയാണോ അവിടെയാണ് എന്റെ സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എനിക്കെന്ന് പറയുന്നത്. ഇവിടെ നിന്നപ്പോ ഞാൻ ഇവിടുത്തെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്, ഇവിടെ ഞാൻ ഇതാക്കുന്നത്, ഞാൻ എങ്ങനെയാണോ നാട്ടില് ആയിരുന്നത് അതൊക്കെ ഞാൻ ഇവിടെയും അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പ് പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും പാർട്ട്ണറിനോട് ഷെയർ ചെയ്യണോ? നമ്മുടെ എക്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ജീവിതത്തിൽ നടന്ന എല്ലാത്തിനെയും കുറിച്ച് ഷെയർ ചെയ്യണോ? ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാം ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ഇങ്ങനെയൊക്കെയാണ്, അത് അവിടെ തീർന്നു, അവിടെ എൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. അല്ലാതെ ഒരു പുതിയ വരുന്ന ഒരാളുടെ മനസ്സിൽ വേറൊരു പിക്ചർ ഉണ്ടാക്കി കൊടുക്കല്ലേ വേറൊരു പാർട്ട്ണർ. അതായത് അവർക്കൊരു ഇൻസെക്യൂരിറ്റീസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അംജുക പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്റെ എക്സ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ സുന്ദരിയായിരുന്നു, അവൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പോവായിരുന്നു, ഈ സാധനങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊരിക്കലും വരാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ യെസ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ പറയണം. അതാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്. കാരണം മറ്റൊരാള് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കണ്ടു. അതിനു മുമ്പ് നിങ്ങളായിട്ട് എല്ലാം ഷെയർ ചെയ്ത വേറെ മൂന്നാമതൊരാൾ വന്നിട്ട് അവന് ഇങ്ങനെ ആയിരുന്നു,
ഇവള് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ട. ഡീറ്റെയിലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഓക്കെ നിങ്ങളെ ബ്രേക്കപ്പ് ആയി എന്തായിരുന്നു റീസൺ, അങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്വകാര്യ നിമിഷങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടാവും. നിങ്ങൾ നല്ല മൊമെന്റ്സ് ബാഡ് മൊമെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിലത്തെ മധുരവും കയ്പും എല്ലാം നിറഞ്ഞ നിമിഷങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഷെയർ ചെയ്യണം. കാരണം അത് നിങ്ങളുടെ പാർട്ട്ണർ അറിഞ്ഞിരിക്കണം. അതിപ്പോ നിങ്ങളുടെ ലൈഫിൽ എന്ത് ദുരന്തമായിക്കോട്ടെ, നിങ്ങൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ രണ്ടുപേരാണ് മുന്നോട്ട് പോകുന്നത്. അത് ബാക്കി ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോ ലൈഫിൽ എന്ത് പ്രശ്നം വന്നോട്ടെ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പാസ്റ്റിൽ ഒരു സ്റ്റോറി ഉണ്ടാവും അല്ലെ. എന്റെ പാസ്റ്റ് ഒരിക്കലും നല്ലതായിരിക്കണം എന്നില്ല, അംജുക്കാരുടെ പാസ്റ്റ് ഒരിക്കലും നല്ലതായിരിക്കണം എന്നില്ല. പ്രസന്റ് ആണ് അത്യാവശ്യം. അപ്പൊ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തൊക്കെ സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്, ഇതെല്ലാം ഷെയർ ചെയ്യണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈൻ ഇട്ടിട്ട് മാത്രം, അത്രേ അതിന്റെ ആവശ്യമുള്ളൂ കാര്യങ്ങള്. ഇപ്പൊ നിങ്ങളുടെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം അല്ലെ, അതൊക്കെ നിങ്ങൾ കടന്നുപോയ കാര്യങ്ങളാണ്, ഇതാക്കേണ്ട ആവശ്യം. വാട്ട് അബൌട്ട് ഹീസ് യൂസിങ് ബാഡ് വേർഡ്സ് അഗെയിൻസ്റ്റ് മീ? കുറച്ച് കഴിഞ്ഞ് അത് റിഗ്രറ്റ് ആവും, എന്നിട്ട് വന്ന് സോറിയും പറയും. വി ആർ നോട്ട് മാരീഡ്. ഇത് കല്യാണം കഴിഞ്ഞവരിലും കല്യാണം കഴിയാത്തവരിലും ഒക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ? എന്തിനാണ് തെറി വിളിക്കണേന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ബേബി. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ ഇപ്പൊ നമ്മള് പഠിക്കുന്നുണ്ട്. അവിടെ നോർമലായിട്ട് ഞാൻ ഉള്ളപ്പോ തന്നെ ഇപ്പൊ ആ പെൺപിള്ളേര് വരെ ഇപ്പൊ തെറി വിളിച്ചു തുടങ്ങി. ഇപ്പൊ മുമ്പ് കേക്ക് അത് കേക്ക്. അപ്പൊ ഈ ആൺപിള്ളേരുടെ ഒരു കേസ് പറയുമ്പോ അവര് സ്നേഹത്തിലാണെങ്കിലും ദേഷ്യം വന്നാലും തെറിയാണ് ഉപയോഗിക്കുന്നത്. അവരെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ അവരെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന തെറി. അപ്പൊ ഈ എപ്പോഴും അവര് ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഭയങ്കര ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു എല്ലാം നിങ്ങളുടെ ഫുൾ ബോണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പും ലവും ഹസ്ബൻഡ് വൈഫ് എല്ലാം നിങ്ങൾ ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ദേഷ്യം ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഈ തെറി അങ്ങ് വായന്ന് വന്നു പോകുന്നതായിരിക്കും. അതാണ് ഈ റിഗ്രറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പറയും ഇപ്പോ തെറി വിളിക്കുന്നത് തെറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. തെറി വിളിക്കണത്, ദേഷ്യം വന്ന് തെറി വിളിക്കണത് ഭയങ്കര വ്യത്യാസം. അത് നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേ വ്യക്തിക്ക് അത് തീരെ ഇഷ്ടമുണ്ടാവില്ല. കാരണം അവര് യൂസ്ഡ് ആയിരിക്കില്ല. മറ്റേ വ്യക്തിനെ എന്നാ അത്രത്തോളം കുറ്റം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി അങ്ങനെയാണ്, അവർ ആ ഒരു സ്ഥാനത്തിൽ നിന്നാണ് ശീലിച്ച് വന്നേക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങ് അറിയാണ്ട് അതാണ് പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് വന്ന് സോറി പറയണത്. അതാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മാറ്റം ശീലം. നിങ്ങളെ പാർട്ട്ണറിനോട് പറഞ്ഞത് എനിക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റിയെടുക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല. ഇങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. കേൾക്കാൻ താല്പര്യമില്ല, നിങ്ങളെ മെന്റലി അത് ഇതാക്കുന്നൊക്കെ പറഞ്ഞ് അത് കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ട് അത് നിർത്തിക്കാൻ നോക്കാം. ഹായ് ഹില, ഞാൻ ഒത്തിരി വിഷമത്തോടെയും അതിനേക്കാൾ കൂടുതൽ ആശങ്കയോടെയും കൂടിയാണ് ഇത് എഴുതുന്നത്. എൻ്റെ ഹസ്ബൻഡും ഞാനും ഒത്തിരി സ്നേഹത്തോടെ തന്നെയാണ് ലൈഫ് കൊണ്ടുപോകുന്നത്. എന്നോട് നല്ല സ്നേഹവും കെയറിങ്ങും എല്ലാമാണ്. വേറെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും തന്നെയില്ല. ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ സെക്ഷൽ ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ ഒരു തവണയും ഉറപ്പുവരുത്തുന്നുമുണ്ട്. എന്നാൽ അദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്യുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ സെക്ഷൽ ഇൻട്രാക്ഷന് ശേഷവും ചെയ്യുന്നതായി കാണുന്നു. എങ്ങനെയാണ് ഞാൻ ഇതിനെ നേരിടേണ്ടത്? എൻ്റെ അടുത്ത് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാവുമോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ച് കുറച്ച് ദിവസമായി വളരെയധികം ഡിസ്റ്റർബ് ആണ്. ഒരിക്കലുമല്ല. തന്റെ പ്രശ്നം കൊണ്ടോ സെക്സ് ഡ്രൈവ് നിലനിർത്താനും മാസ്റ്റർബേഷൻ ഒരിക്കലും ഒരു തെറ്റല്ല. എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും റിലീജിയസ് കോണ്ടെക്സ്റ്റ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നില്ല. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു തെറ്റാണ് മതപരമായിട്ട്. അതല്ല, എന്നാൽ സയന്റിഫിക്കലി ബയോളജിക്കലാണ് സംസാരിക്കുന്നത്. അതൊരു മാസ്റ്റർബേഷൻ എന്നുള്ളത് തെറ്റേ അല്ല. അതാണ് ചെയ്താലും പെണ്ണ് ചെയ്ത് കഴിഞ്ഞാലും. കാരണം സെൽഫ് ബോഡി എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നത് സെക്സിന്റെ ഇടയിൽ മാസ്റ്റർബേഷൻ ചെയ്യാൻ പാടില്ല. അത് ഫീല് വരും, പാർട്ട്ണർക്ക് അതൊരു ഇൻസെക്യൂരിറ്റി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ മറ്റേ വ്യക്തിക്ക് ഈ സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. ഓക്കെ, സെക്ഷൽ ആക്ടിന്റെ ഇടയിലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവര് വേറെ മാസ്റ്റർബേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. അത് അവരുടെ ഒരു ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും വേറെ തരത്തിലുള്ള പ്ലഷർ കിട്ടുന്നുണ്ടായിരിക്കും, സ്ട്രെസ് റിലീഫ് ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. വേറെ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ സെക്സ് ലൈഫ് നന്നായി പോകുന്നു, വേറെ ബാഡ് ഹാബിറ്റ്സ് ഇല്ല, നിങ്ങളോട് നല്ല സ്നേഹമാണ്, കെയർ ആണ്.
അപ്പൊ ഇയാളുടെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്സിന്റെ ഇടയിലാണ് ഇങ്ങനെ മാസ്റ്റർബേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഉണ്ടെങ്കിൽ പാർട്ട്ണർ എനിക്കിത് ഭയങ്കരമായിട്ട് സങ്കടാവുന്നു, എനിക്ക് പറ്റുന്നില്ല, എന്താണ് കാരണം, എന്തിന് ഇപ്പൊ ഞാൻ ഉണ്ടായിട്ടും എന്തിന് ഒരു മാസ്റ്റർബേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ചോദിക്കുക, വിഷമമുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് അല്ലേ ഒരു ഇതാക്കേണ്ട ഒരു ഇതില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഏകദേശം എല്ലാ സാധനങ്ങളും ഞാൻ കവർ ചെയ്ത്, ഏകദേശം എനിക്ക് കുറേ ഉണ്ട്, എനിക്ക് എല്ലാം വായിക്കണമെന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചിലപ്പോ 2-3 ടോപ്പിക് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ഇത് ഇട്ടിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ കുറേ നേരം ഇത് തന്നെ വീഡിയോ എത്ര നേരം ഉണ്ടാവും. അപ്പൊ ടാറ്റാ ബൈ ബൈ.